വിധി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രയോഗം, അനുഭവം കാണുന്നത് വിവാഹത്തിലാണ്. നമുക്ക് മതിമാനി വിധിയെ ജയിക്കാമെന്ന് പറയും. എല്ലാ തരത്തിലുള്ള വിധിയെയും നമ്മുടെ വരാനിരിക്കുന്ന ദോഷഫലങ്ങളെ അതിജീവിക്കാനാണല്ലോ ജാതകം നോക്കുന്നതുമൊക്കെ. അങ്ങനെ വന്നിട്ട് ആ ദോഷഫലങ്ങളെ അതിജീവിച്ച് പോകലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ജ്യോത്സ്യന്മാരുടെ സമീപത്തേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ വിവാഹത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ ഒരു രക്ഷപ്പെടൽ ഈസി ആയിട്ട് നടക്കുന്നതായിട്ട് കാണുന്നില്ല. തിരിഞ്ഞു ഇറങ്ങി വരരുചി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച കഥ പോലെ തിരിഞ്ഞു ഇറങ്ങി എത്തും. അവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ അതിജീവനം നടത്തേണ്ടത്? ഇവിടെ കാരണം വളരെ കുറ്റകൃത്യവാസനയുള്ള ഇണയായിരിക്കാം വന്നെത്തിപ്പെടുന്നത്. ഇന്നത്തെ ഭൂരിപക്ഷം വിവാഹവും ഇങ്ങനെ കിടന്ന് കുഴയുകയാണ്. അപ്പോഴത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വിവാഹത്തിന് മുന്നേ തന്നെ ഒരുപാട് സദാചാരക്കാരനായി സ്ത്രീ എന്താന്നൊക്കെ അറിയാതിരിക്കുന്നത് വിവാഹത്തിലൊരു മണ്ടത്തരമായിട്ടാണ് എൻ്റെ അഭിപ്രായം. വിവാഹത്തിന് മുമ്പ് തന്നെ സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറേ അനുകൂലമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു സ്ത്രീയുടെ ഹൃദയം മനസ്സിലാക്കാൻ എങ്ങനെ വെക്കും? പുരാതന ഭാരതത്തിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. രാജാക്കന്മാർ, ഈ രാജകുമാരന്മാർ അവരുടെ 25 വയസ്സ് വരെയുള്ള സ്റ്റുഡൻറ് ലൈഫ് ബ്രഹ്മചര്യാശ്രമം എന്ന് പറയും. ആ ബ്രഹ്മചര്യാശ്രമം കഴിയുന്ന സമയത്ത് അവർ ഈ ആര്യാവർത്തം മൊത്തം നടന്ന് കണ്ടതിന് ശേഷം ഈ ദാസി ബന്ധങ്ങളും ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് തന്നെ ഏതെങ്കിലും വൃദ്ധവേശ്യകളുടെ സമീപം ചെന്നിട്ട് അവരിൽ നിന്ന്, ഇതൊരു നമ്മൾ ഒളിച്ചു വയ്ക്കുന്ന കുറേ സമ്പ്രദായങ്ങളാണ്. ഇത് ഇനിയും തുറന്നു പറയാതിരിക്കുന്നതിൽ കാര്യമില്ല. അവരിൽ നിന്ന് ലൈംഗികതയുടെ എല്ലാ മാനങ്ങളും അറിയുന്നതല്ല. കാരണം സ്ത്രീയുടെ മനസ്സ്, കാരണം പൊതുവേ പഴമക്കാർ പറയും 6 വർഷം പിടിക്കും ഒരു സ്ത്രീയെ പഠിച്ചെടുക്കാൻ. ഈ 6 വർഷത്തിനുള്ളിൽ അവൻ എന്തൊക്കെ പറയുന്നു അതെല്ലാം ഡെമോക്ലീസിന്റെ വാള് പോലെ അവന്റെ നേരെ വരും. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.